പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ഷീജ, സ്ഥലം തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇതെൻ്റെ മകൻ ജ്യോതിഷൻ ദേവ്. എൻ്റെ പൊന്നുമോനെ എനിക്ക് പൂർണ്ണമായി ഒരു രോഗസൗഖ്യം കിട്ടിയതിൻ്റെ അത്ഭുത സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പുണ്യ അൾത്താരയിൽ നിൽക്കുന്നത്. 2019 1-ാം തീയതി എൻ്റെ മോനൊരു പനി വരികയും അടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ അവർ പറഞ്ഞു ന്യൂമോണിയാണ്, എത്രയും പെട്ടെന്ന് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എക്സ്റേ എടുത്തു കൊണ്ടുവന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ്, കൂടുതൽ ഫെസിലിറ്റിയുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞങ്ങൾ വെഞ്ഞാറമൂട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടെ കൊണ്ടു ചെന്നപ്പോൾ പറഞ്ഞു മോൻ്റെ ലങ്സിൽ ഫ്ലൂയിഡ് കെട്ടി, അത് എത്രയും പെട്ടെന്ന് ഡ്രൈൻ ഔട്ട് ചെയ്യണം, അതിനുവേണ്ടി മോനെ സ്കാൻ ചെയ്തതിന് ശേഷം ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോനെ ICUലോട്ട് മാറ്റി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു അത് ഫ്ലൂയിഡല്ല, അവർക്ക് ഒരു സംശയമുണ്ട്, എന്തോ ഒരു കട്ടി പോലെ തോന്നുന്നു, എത്രയും പെട്ടെന്ന് തന്നെ MRI എടുക്കണമെന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തി വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ എൻ്റെ മോനെ MRI ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയി. MRI കഴിഞ്ഞപ്പോൾ അവർ എന്നോടൊന്നും പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു റിപ്പീറ്റ് സ്കാനിങ് ഉണ്ട്, ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്കെന്തോ ഒരു ഭയം എനിക്ക് തോന്നി. അപ്പോൾ ഒരു 6 മണിയായപ്പോൾ എന്നെ ICUലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു വേറെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, മോൻ്റെ അച്ഛൻ സ്ഥലത്തില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, എന്തുണ്ടെങ്കിലും മാഡത്തിന് എന്നോട് പറയാം. എന്തോ ഒരു ധൈര്യം എനിക്ക് വന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ധൈര്യമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, സമാധാനമായിട്ടിരിക്കണം, മോന് ക്യാൻസറാണ്, ലങ്സിലാണ്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി, ഇനി ഇവിടെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും മോനില്ല, മോനെ തിരുവനന്തപുരം RCCയിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അന്ന് ഫുള്ളും ICUവിൽ നിന്ന് സകല മെഡിസിനും മാറ്റി അവനെ ഫ്രീ ആയി അവിടെ തന്നെ കിടത്തിയിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ വീട്ടിലൊക്കെ അറിയിച്ചു. പെട്ടെന്ന് വെളുപ്പിന് തന്നെ മോനെ ട്രിവാൻഡ്രം ICUയിലേക്ക് മാറ്റി, RCCയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി. 4 കീമോതെറാപ്പി അവിടെ ചെയ്ത ടെസ്റ്റുകളിൽ ക്യാൻസറാണെന്ന് തെളിഞ്ഞു. 4 കീമോതെറാപ്പി ഡോക്ടർ പറഞ്ഞു. 4 കീമോതെറാപ്പിയും ചെയ്തു 1 മാസം ഇടവിട്ട്. പക്ഷേ ആ 1 മാസം എടുത്ത് കളയുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കായിരുന്നു അവൻ്റെ ലങ്സിൽ നിന്ന്. കാരണം അപ്പം കീമോ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ മോനെ ശ്രീ ചിത്രയിലേക്ക് റെഫർ ചെയ്തു. കാരണം അവിടെ തൊറാസിക് സർജറി ഇല്ല തിരുവനന്തപുരം RCCയിൽ, നിങ്ങൾ ചിത്രയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞതിനെ തുടർന്ന് ഞാൻ മോനെ അവിടെ കൊണ്ടുപോവുകയും മോനെ കണ്ട് മോൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർക്കൊരു മീറ്റിംഗ് ഉണ്ട്, മെയിൻ ഡോക്ടേഴ്സ് എല്ലാം കൂടെ കൂടിയിട്ട് ഒരു തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടിക്ക് 18 വയസ്സേ ഉള്ളൂ, എന്ത് തന്നെ ആയാലും ഈ സർജറി ഒരിക്കലും വിജയിക്കത്തില്ല, കാരണം അവൻ്റെ നെഞ്ച് തുറന്ന് ചെയ്യുമ്പോൾ ഹാർട്ടിലേക്കുള്ള മെയിൻ രക്തക്കുഴൽ കട്ടാവാനുള്ള ചാൻസ് ഉണ്ട്, കുട്ടി ഡെത്താവും. അപ്പോൾ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവൻ ജീവിക്കുന്നിടം വരെ ജീവിച്ചോട്ടെ, കാരണം ഈ സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൻ അധികകാലം ജീവിച്ചിരിക്കുക പാടാണ്. കാരണം അവൻ്റെ ഹാർട്ടിൻ്റെ പൊസിഷൻ മാറി, അവന് ബ്രീത്തിങ് കപ്പാസിറ്റി ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ അറിഞ്ഞുകൊണ്ട് അവനെ മരണത്തിലേക്ക് വിടത്തില്ല, എനിക്ക് ഈ സർജറി വേണ്ടാന്ന് പറഞ്ഞു. അവിടെ നിന്ന് അവർ സർട്ടിഫിക്കറ്റ് തന്നു, ഹൈ റിസ്കി സർജറിയാണ്, അവർ ഏറ്റെടുക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു വേറെ കൊണ്ടുപോയാൽ എവിടെയെങ്കിലും കൊണ്ടുപോയതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചോ. പറഞ്ഞു അവിടെയും ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക മറുപടി. ഞാൻ RCCയിൽ വന്നു, കരഞ്ഞുകൊണ്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞു സാർ ഇങ്ങനെയാണ് എനിക്ക് തന്ന റിപ്പോർട്ട്. പറഞ്ഞു വേണ്ട, സർജറി ചെയ്യേണ്ട, അവനെ നമുക്ക് ഫോളോ അപ്പിൽ വരട്ടെ, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോഴവന് ക്യാൻസറിൻ്റെ സെൽസ് അവൻ്റെ ബോഡിയിലില്ല, എന്നാലും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പെറ്റ് സ്കാനിങ് നമുക്ക് എഴുതി തന്നു. പെറ്റ് സ്കാനിങ്ങിനായി ഞങ്ങൾ അഡ്മിറ്റായി. അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്ന സമയം മോനെ അകത്ത് കയറ്റി. ഞാൻ വളരെ വിഷമത്തോടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. അവർ ഭാര്യയും ഭർത്താവുമായാണ് വന്നത്. അവരുടെ മകനാണ് അകത്ത് പെറ്റ് സ്കാനിങ്ങിനായിട്ട് കയറ്റിയിരിക്കുന്നത്. അവർ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ആരാണ്? ഞാൻ പറഞ്ഞു എൻ്റെ മോനാണ്.
അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെയും മോനാണ്, അവന് ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി സന്തോഷത്തോടെ ഇരിക്കുന്നു? അപ്പോൾ പറഞ്ഞു, കൃപാസനം മാതാവുണ്ടല്ലോ, ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന്. എന്നിട്ടൊരു പത്രമെടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ പോകാൻ നിനക്ക് പറ്റിയാൽ നിൻ്റെ മോനെ അവിടെ എത്തിച്ചാൽ നിനക്ക് നിൻ്റെ മോനെ പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടുമെന്ന്. അപ്പോഴും എനിക്കറിയില്ല കൃപാസനം എവിടെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞു ബൈബിൾ വായിക്കണം. എനിക്ക് എവിടെ നിന്നൊരു ബൈബിൾ കിട്ടി, എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു സങ്കീർത്തനങ്ങൾ മോന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം, നീ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ അവരുടെ പേരോ ഒന്നും എനിക്കറിയില്ല, തൃശ്ശൂരാണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, മക്കളെ നമുക്ക് പോവാം. ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം മോന് അധികം ശ്വാസം നടക്കത്തില്ല, ശ്വാസമുട്ടുണ്ട്. അവൻ തന്നെ കാറ് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഇവിടെ വന്നു. ഉടമ്പടിയുടെ കാര്യങ്ങൾ ചോദിച്ചു. അന്ന് തന്നെ ഭാഗ്യത്താൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റി. ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി. പക്ഷേ സർജറിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലം, ഉപ്പ്, തേന് എല്ലാം ഞാൻ എൻ്റെ മോന് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ഓൺലൈൻ പ്രയർ ഞങ്ങൾ കേൾക്കും, അത് ധ്യാനം കൂടും. അപ്പോൾ പിന്നെ രണ്ടാമത് ഞങ്ങളിവിടെ തൊഴുവാനായി വന്നപ്പോഴാണ് അറിയുന്നത് അച്ഛൻ ക്യാൻസർ രോഗമുള്ളവർക്കും കിഡ്നിയിൽ അസുഖമുള്ളവർക്കും വേണ്ടി പ്രത്യേകം ബ്ലെസ്സിങ് കൊടുക്കുന്നു എന്നുള്ളത്. പക്ഷേ ഞാൻ ടോക്കൺ എടുക്കാൻ ലേറ്റായി. ഞാൻ ചെന്നപ്പോഴത്തേക്കും ആ ടോക്കൺ കഴിഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നേരത്തെ വന്നുകൂടായിരുന്നോ? ആദ്യമേ ക്യാൻസർ രോഗമുള്ളവർക്കല്ലേ ഞങ്ങൾ ഈ ടോക്കൺ കൊടുക്കുന്നത്, അവർക്കായിരുന്നു പ്രയോറിറ്റി. എന്ത് ചെയ്യാനാണ്, എനിക്ക് കിട്ടിയില്ല. അടുത്ത ദിവസം ഇനിയുള്ള ഒരു സാഹചര്യത്തിൽ വരാൻ പറഞ്ഞു. ഞാൻ വളരെ വേദനയോടെ ആ ഭാഗത്ത് വന്ന് നോക്കിയപ്പോൾ അച്ഛൻ വന്നിട്ട് ഫസ്റ്റ് ഒരു മോനെ വിളിച്ച്, ഏകദേശം എൻ്റെ മോൻ്റെ പ്രായത്തിലുള്ള ഒരു മോനെ വിളിച്ച് ഇവിടെ നിർത്തി ബ്ലെസ്സിങ് കൊടുക്കുന്നു. പക്ഷേ ഞാൻ ബ്ലെസ്സിങ് കൊടുക്കുന്ന സമയത്ത് അച്ഛൻ ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നെയാണ് നോക്കിയത്. അപ്പോൾ എനിക്ക് മതിയായി, അമ്മ എനിക്ക് തൃപ്തിയായി, എൻ്റെ മോന് തന്നെയാണ് അനുഗ്രഹം കിട്ടിയത്. സന്തോഷത്തോടെ ഞാൻ മടങ്ങി. അതേപോലെ തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് ഒരിക്കൽ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോഴുണ്ട് അച്ഛൻ പറയുന്നു, നെഞ്ചിൻ്റെ ഭാഗത്ത് മുഴയുള്ളവർ ആ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ. അച്ഛൻ രോഗസൗഖ്യം കൊടുക്കുന്ന പ്രാർത്ഥന ഞാൻ പെട്ടെന്ന് തന്നെ വിശ്വാസ തൈലം എടുത്ത് എൻ്റെ പൊന്നുമോൻ്റെ നെഞ്ചിൽ തേച്ചു. ഞാൻ കണ്ണുനീരോടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനൊരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായി, ഒരു ശ്വാസം മുട്ടും ഒരു ചെറിയ പനിയും. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി RCCയിൽ ചെന്നപ്പോൾ പറഞ്ഞു, എന്തായാലും ഞങ്ങൾക്ക് ഓപ്പറേഷനെ കുറിച്ച് ഒരു തീരുമാനം എടുത്തേ പറ്റൂ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. നിങ്ങൾ അമൃതയിലൊന്ന് കൊണ്ടുപോകണം, എന്തെങ്കിലും ഒരു പോംവഴി കിട്ടാതിരിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഹസ്ബൻഡ് പറഞ്ഞു, മോനെ നീ ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കൊണ്ടുപോയി. അമൃതയിൽ ചെന്നപ്പോൾ ഡോക്ടർ മുരുകൻ സാറ്, ഇന്ന് എൻ്റെ ഈശോപ്പൻ്റെ മാതാവിനൊപ്പം ഞാൻ കണക്കാക്കുന്നൊരു വ്യക്തിയാണ് ഡോക്ടർ മുരുകൻ സാറ് പറഞ്ഞു വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവൻ മാനസികമായി മോനാകെ വിഷമത്തിലായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു, അവൻ ഇത്രയെങ്കിലും പിടിച്ച് നിൽക്കുന്നില്ലേ ഒരു വലിയ രോഗവുമായിട്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്തായാലും മോൻ അഡ്മിറ്റാണ്, അമൃതയിൽ അഡ്മിറ്റാണ്. അവൻ്റെ ആ ഭാഗത്ത് കുറേ ഫ്ലൂയിഡ് ഉണ്ട്, അത് ഞങ്ങൾക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയാം, അപ്പോൾ അവന് ബ്രീത്തിങ് കപ്പാസിറ്റി കുറച്ചുകൂടെ ഡെവലപ്പാവും എന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അഡ്മിറ്റായി. ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അമ്മ ഇനി നമുക്ക് പോവാം, എനിക്ക് ഓക്കെ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറും നോക്കിയിട്ട് സർജറി പോസിബിൾ അല്ലാന്ന് തന്നെയാണ് അപ്പോഴും ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത്. അപ്പം ആ 10ാമത്തെ ദിവസം സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു റിസ്ക് ഏറ്റെടുത്തോട്ടെ, നിങ്ങളെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു 50% സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട്, ഞാൻ ഈ സർജറി ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അമ്മയോട് ഈശോയോടും അനുവാദം മേടിച്ച് എൻ്റെ ഹസ്ബൻഡിനോട് പോലും ചോദിക്കാതെ ഞാൻ ഓക്കെ പറഞ്ഞു. സാറിനോട് പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. കാരണം സർജറിയുടെ തലേക്കും ദിവസവും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ മോൻ എന്നോട് ചോദിച്ചു, അമ്മയും കൂടെ വരൂ തിയേറ്ററിനകത്ത്? ഞാൻ പറഞ്ഞു, മക്കളെ അമ്മ വരും, അമ്മയ്ക്ക് കയറാൻ പറ്റില്ല, മാതാവ് വരും. 17.5 മണിക്കൂർ നീണ്ടു നിന്ന സർജറിയിൽ എൻ്റെ പൊന്നുമോൻ്റെ മുഴ എടുത്തു മാറ്റുകയും അവൻ പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. 1.5 മാസം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ താവട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന് ശേഷം 1.5 മാസത്തിന് ശേഷം ഞങ്ങൾ ഇതുവഴി പോകുമ്പോഴും ഇവിടെ ധ്യാനം നടക്കുന്നു. ഞങ്ങൾ വണ്ടി നിർത്തി, അകത്ത് മോനെ കയറ്റാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അവൻ്റെ ഫിസിക്കൽ കണ്ടീഷനും ഓക്കെ ആയിരുന്നില്ല.
ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ കൊണ്ട് എൻ്റെ മാതാവിൻ്റെ മുമ്പ് കൊണ്ട് എൻ്റെ മോനെ നിർത്തി. സാക്ഷ്യം പറയാൻ പറ്റില്ല. അതിനുശേഷം കോവിഡായ സാഹചര്യം ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വരാനും പറ്റിയിട്ടില്ല. അതിനുശേഷം ഞങ്ങൾക്ക് 2022 എല്ലാവർക്കും കോവിഡ് പോസിറ്റീവായിരുന്നു. പോസിറ്റീവ് ആയതിനു ശേഷം എനിക്ക് ഭയങ്കരമായ കോംപ്ലിക്കേഷനായി. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ എനിക്ക് ആൻറ്റിബോഡി ചെയ്യണം. കാരണം ന്യൂമോണിയ ബാധിച്ച് ഭയങ്കരമായി ലങ് ഇൻഫെക്ഷനായി. മോനെ ഡോക്ടർ വിളിച്ചു പറഞ്ഞു പേഷ്യൻ്റ് ഡെത്ത് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല. എല്ലാവരും വെളിയിൽ കരച്ചിലും ബഹളമൊക്കെ ആയി. പക്ഷേ എനിക്ക് ICUവിൽ എൻ്റെ റൈറ്റ് സൈഡിന് ആരോ നിൽക്കുന്ന പോലെ, വെൻറ്റിലേറ്ററിൻ്റെ സൈഡിൽ ആരോ നിൽക്കുന്ന പോലെ ഒരു ഫീല്. ഞാൻ പതുക്കെ തല ചരിച്ച് നോക്കും, എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവിടെ ആരോ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. സിസ്റ്ററോട് ചോദിച്ചാൽ പറഞ്ഞു ആരുമില്ല. അതിന് ശേഷമാണ് എൻ്റെ ഹാർട്ട് ബീറ്റ് നോർമൽ സ്റ്റേജിലോട്ട് വന്നതും ഞാൻ നോർമൽ അവസ്ഥയിലോട്ട് വന്നതും. മരണത്തിൻ്റെ മുഖത്ത് നിന്ന് എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മോൻ 2022 ഒക്ടോബറിൽ അവൻ ദുബൈയിൽ പോവുകയും അവിടെ അവിടുത്തെ ദുബൈയിലെ ഏറ്റവും വലിയ ലൈസൻസ്, ഹെവി ലൈസൻസ് 2 മാസം കൊണ്ട് അവൻ സ്വന്തമാക്കുകയും ചെയ്തു. UAE-യിലുള്ള പ്രവാസി സഹോദരങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ലൈസൻസ് എടുക്കാൻ പറ്റുന്നതിൻ്റെ റിസ്ക് എത്രത്തോളമാണെന്നുള്ളത്. അവൻ ഒരു ടെസ്റ്റിൽ പോലും ഫെയിലാവാതെ തന്നെ മാതാവ് അവൻ ആ ലൈസൻസ് നേടിക്കൊടുത്തു. കഴിഞ്ഞ മാസം അവൻ നാട്ടിൽ വന്നു, ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി പുതുക്കി തിരിച്ചു പോയി. ഞാൻ കഴിഞ്ഞ ആഴ്ച, ഈ പോയ ശനിയാഴ്ച ഞാനിവിടെ വരികയും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ജീവിതാനുഭവം കേട്ട് ഞാൻ പറഞ്ഞു നീ വന്നാൽ മാതാവ് നിന്നെ രക്ഷിക്കും. ആ വ്യക്തിയെ ഞാനിവിടെ കൊണ്ടുവന്നപ്പോഴും ഞാൻ ഈ ഒരു സാക്ഷ്യം പറയുന്നതിന് വേണ്ടി ഞാൻ മദറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു മോനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇവിടെ ഒത്തിരി സഹോദരങ്ങൾ നല്ല നല്ല സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ കടഭാരത്തിന് എനിക്കൊരു അറുതിയും വരുന്നില്ല, ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മോൻ എന്നോട് പറയുന്ന വർത്തമാനം എന്ന് വെച്ചാൽ അമ്മ ദുബൈയിൽ നിന്ന് വിളിച്ചിരുന്നു, അവിടുത്തെ ഒരു നല്ല കമ്പനിയിൽ അവൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ജോബ്, അവന് വിസ ശരിയായി, എത്രയും പെട്ടെന്ന് കയറി ചെല്ലാൻ പറഞ്ഞു. നാളെ രാത്രിയിൽ എൻ്റെ മോൻ UAE-യിലേക്ക് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതിലേക്ക് ഞാൻ വന്നത്. അടുത്ത മാസം വരുമെന്നാണ് ഞാൻ മദറിനോട് പറഞ്ഞിട്ട് പോയത്. പക്ഷേ മാതാവ് എന്നെ ഇന്ന് ഈ അൾത്താരയിൽ നിർത്തിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു.